രേണുസുതി പല ഇന്റർവ്യൂവിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് വീണ എസ്പിള്ള എന്ന് പറഞ്ഞ അങ്ങനെ ആളെ എനിക്ക് അറിയില്ല. സാറേ ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഉമ്മാരെ കണ്ടിട്ടില്ല. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രേണുസുതിയോട് താങ്കൾക്ക് പറയാനുള്ളത്? നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കാണുന്ന പ്രേക്ഷകരോടാണ്. കുറെ കമന്റ്സുകൾ ഞാൻ വായിച്ചു. നീ ഇത്രയും നാളും ഇല്ലാത്ത നീ എന്തിനാടി ഇപ്പം വന്നേ, നീ ഇപ്പം വന്ന് കിടന്ന് ചിലക്കുന്ന എന്തിനാണ്, എന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച് സുഖമാണ്. ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്താ മണ്ടക്കാരൻ പറഞ്ഞു? എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ല. എന്താ കാരണം? ഒരാളെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരാൾ, എന്റെ മുമ്പിൽ വന്ന് നിന്ന് പറയാൻ ധൈര്യമുള്ള ഒരാൾ, ധൈര്യം വേണം, വെല്ലുവിളിയാണ് തീർച്ചയായും. ഞാൻ അവന്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോയി, ഇല്ലെങ്കിൽ അങ്ങനെപ്പെട്ട ഒരുത്തിയായിരുന്നു എന്ന് വരട്ടെ. ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ സ്റ്റാൻഡ് വരെ എത്തി നിൽക്കുന്നത്. ഞാൻ എന്റെ ഹസ്ബൻഡും നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഇതൊക്കെ രേണുസുതിയുടെ ആളുകളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടുമാണ്, തീർച്ചയായിട്ടുമാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? രേണുവിന് എന്തായിരിക്കും നിങ്ങളിൽ നിന്ന് വേണ്ടത്? അതൊന്നും എനിക്കറിയാൻ മേല. ഞാനൊരു കാര്യം പറയട്ടെ, രേണു ഇപ്പൊ നിൽക്കുന്ന ഫീൽഡ് എന്റെ ഫീൽഡാണ്. ഒരു ക്ലൂ തരാമോ? രേണു കൂടിപ്പോ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരത്തി പോപ്പുലർ ആയത്. ഞാനിപ്പോ രേണു കാണിക്കുന്ന കണക്ക് ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്നാ ഇതിനേക്കാളും മേളിൽ ഞാൻ കയറിപ്പോവും. അല്ല മോളെ, എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടേനോ? എനിക്ക് അതിനെ താല്പര്യമില്ല, ആ കാശ് എനിക്ക് വേണ്ട. ഉറപ്പാണോ? ഉറപ്പ്. സുധി എന്റെ ഹസ്ബൻഡ് ആയിരുന്നു എന്ന് എനിക്ക് ആരടുത്തും വാദിക്കണ്ട. അങ്ങനെ പറയരുത്. ഈ നിൽക്കുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം, ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ ഡിവോഴ്സായി, കല്യാണം ആയിട്ട് കഴിച്ചതാണെന്നൊക്കെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ഇപ്പോഴും ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും അവള് തന്നെയാണ് വൈഫ്. കാരണം സുധിച്ചേട്ടന്റെ ഒരു കുഞ്ഞിനെ അവള് പ്രസവിച്ചതാണ്. അവള് പറയുന്ന ഓരോ കാര്യങ്ങളും, ഈ ഇന്റർവ്യൂലൊക്കെ കയറി പറയുന്ന കാര്യങ്ങൾ നമ്മ കൂടി ഹേർട്ട് ആവും എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാതെയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിയും എന്നുള്ള ഇത് വെച്ചിട്ടല്ല, ചിന്തിച്ചിട്ടല്ല അവള് പറയുന്നത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഞാൻ പറഞ്ഞില്ലേ, അവള് തന്നെയാണ് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു?